ഇന്ത്യൻ വംശജനും പ്രധാനമന്ത്രിയുമായിരുന്ന ഋഷി സുനക് നേതൃത്വം നൽകിയ കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയുണ്ടായെങ്കിലും 26 ഇന്ത്യൻ വംശജർ ബ്രിട്ടീഷ് പാർലമെന്റിലെത്തി. ആദ്യമായാണ് ഇത്രയും ഇന്ത്യൻ വംശജർ ഒരുമിച്ച് ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. കേരളം മുതൽ പഞ്ചാബ് വരെ വേരുകളുള്ള ആ എംപിമാരിൽ ചിലരെ നമുക്ക് വേഗത്തിലൊന്ന് പരിചയപ്പെടാം. ഋഷി സുനക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഋഷിയെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയുമാണല്ലോ. ഋഷി സുനക് കൺസർവേറ്റീവ് പാർട്ടിയാണ്. അദ്ദേഹം മത്സരിച്ച മണ്ഡലം റിച്ച്മണ്ട് ആൻഡ് നോർത്ത് ലെട്രോൺ. ഭൂരിപക്ഷം 12,185. മുൻ പ്രധാനമന്ത്രി തോൽവി നേരിട്ടെങ്കിലും ഇത്തവണ അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ വിജയിച്ചു കയറാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഋഷി സുനക്കിൽ നിന്ന് നമ്മൾ പോകുന്നു പ്രീത് ഗൗർ ഗിൽ. ലേബർ പാർട്ടിയുടെ MP-യാണ്. ബർമിംഗ്ഹാം എഡ്ഗബ്സ്റ്റൺ ആണ് മണ്ഡലം. 8,368 വോട്ടുകൾക്കാണ് വിജയിച്ചു കയറിയത്. മുൻ ഷാഡോ മിനിസ്റ്ററാണ്, ആരോഗ്യവകുപ്പിലെ ഷാഡോ മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ ഭരണപക്ഷത്തിന് സമാന്തരമായി പ്രതിപക്ഷവും ഒരു കാവൽ മന്ത്രിസഭയുണ്ടാക്കുന്ന രീതിയുണ്ട്. ഭരിക്കുന്നവരെ കൃത്യമായി വിലയിരുത്താനും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഭരണപരിചയം കിട്ടാനുമാണ് അങ്ങനെയൊരു സംവിധാനം. അങ്ങനെ ഷാഡോ മിനിസ്റ്ററായിരുന്നു, ഇപ്പോൾ വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ് പ്രീത് ഗൗർ ഗിൽ. അടുത്തതായി നമുക്ക് പോകേണ്ടത് പ്രീതി പട്ടേലിലേക്കാണ്. പ്രീതി പട്ടേൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ MP-ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് വിതാം എസെക്സ് കൗണ്ടിയിൽ നിന്നാണ്. 18,827 ആണ് ഭൂരിപക്ഷം. മുൻ ആഭ്യന്തര സെക്രട്ടറിയാണ്. അടുത്തത് ഗഗൻ മൊഹീന്ദ്രയാണ്. കൺസർവേറ്റീവ് പാർട്ടിയുടെ MP-ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് സൗത്ത് വെസ്റ്റ് ഹേർട്സിൽ നിന്നാണ്. 16,458 ആണ് ഭൂരിപക്ഷം. മുൻ അസിസ്റ്റന്റ് വിപ്പായിരുന്നു ഗഗൻ മൊഹീന്ദ്ര. അടുത്തതായി നമ്മൾ പോകുന്നു കനിഷ്ക നാരായൺ. കനിഷ്ക നാരായൺ ലേബർ പാർട്ടിയുടെ MP-യാണ്. വേൽ ഓഫ് ഗ്ലാമോർഗനിൽ നിന്ന് 17,740 എന്ന ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. വെയിൽസിലെ ആദ്യ വംശീയ ന്യൂനപക്ഷ MP എന്ന പ്രത്യേകത കൂടിയുണ്ട് കനിഷ്ക നാരായണ്. അടുത്തയാൾ നവേന്ദു മിശ്രയാണ്. നവേന്ദു മിശ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ നവേന്ദു മിശ്ര ലേബർ പാർട്ടിയുടെ MP-ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് സ്റ്റോക്ക് പോർട്ടിൽ നിന്നാണ്. 21,787 ആണ് ഭൂരിപക്ഷം. MP-ആയി നവേന്ദു തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇത് രണ്ടാം തവണയാണ്. അടുത്തയാൾ ലിസ നന്ദിയാണ്. ലിസ നന്ദിയെ കുറിച്ച് പറഞ്ഞാൽ ലിസ നന്ദിയും ലേബർ പാർട്ടിയുടെ MP-യാണ്. വിഗനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു. 19,401 ആണ് ഭൂരിപക്ഷം. വിദേശകാര്യം ആയിരുന്നു. മുൻ ഷാഡോ മിനിസ്റ്ററാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാഡോ മിനിസ്റ്ററാണ്. കാവൽ മന്ത്രിസഭ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിലുള്ള ഷാഡോ മിനിസ്റ്ററാണ്. അടുത്തത് സുവല്ലയിലേക്കാണ് പോകേണ്ടത്. സുവല്ല ബ്രേവർമാൻ കൺസർവേറ്റീവ് പാർട്ടിയുടെ MP-യാണ്. ഹാരഹാമാൻ വാട്ടർലൂ വില്ലയിൽ നിന്ന് 26,085 എന്ന ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. മുൻ ആഭ്യന്തര മന്ത്രിയാണ്. അടുത്തയാൾ ശിവാനി രാജയാണ്. ശിവാനി രാജയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ MP-ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് ലെയ്സെസ്റ്റർ ഈസ്റ്റിൽ നിന്നാണ്. 14,526 ആണ് ഭൂരിപക്ഷം. ആദ്യമായി ഫസ്റ്റ് ടൈം MP-യാണ് ശിവാനി രാജ. നമ്മുടെ ഒരു പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി അടുത്തയാൾ തന്മൻജീത് ആണ്. തന്മൻജീത് സിംഗ് ദേശി എന്നാണ് മുഴുവൻ പേര്. ലേബർ പാർട്ടിയുടെ MP-ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് സ്ലോ മണ്ഡലത്തിൽ നിന്നാണ്. 3000 ആണ് ഭൂരിപക്ഷം. ഇവരെ കുറിച്ച് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, തന്മൻജീതിനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ടർബൻ ധരിച്ചുകൊണ്ട് പാർലമെന്റിലെത്തിയ ആദ്യ MP എന്ന സവിശേഷതയാണ് തന്മൻജീത് സിംഗിന് ഉള്ളത്. അടുത്തയാൾ സോജൻ ജോസഫാണ്. നമ്മുടെ സ്വന്തം സോജൻ ജോസഫ്. സോജൻ ജോസഫിന്റെ വീട്ടിലെ ദൃശ്യങ്ങളും ആഘോഷവും ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇന്നലെ തന്നെ എത്തിച്ചിരുന്നു. ലേബർ പാർട്ടിയുടെ MP-ആയി ആഷ്ഫഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണ് സോജൻ. 1779 ആണ് ഭൂരിപക്ഷം. കോട്ടയം സ്വദേശിയാണ്. കോട്ടയം കൈപ്പുഴയിലാണ് സോജന്റെ വീട്. കൺസർവേറ്റീവിന്റെ കുത്തക മണ്ഡലമായിരുന്നു ആഷ്ഫഡ്. അത് പിടിച്ചെടുത്തുകൊണ്ടാണ് സോജൻ ജോസഫ് താരമായിരിക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിലെത്തുന്ന ആദ്യ മലയാളിയാണ് നമ്മുടെ സ്വന്തം സോജൻ ജോസഫ്. അപ്പോൾ സോജനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഒരു സാന്നിധ്യമുണ്ട് എന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ആഷ്ഫഡ് മണ്ഡലത്തിൽ 1779 എന്ന ഭൂരിപക്ഷത്തിലാണ് സോജൻ ജോസഫ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ മലയാളി സാന്നിധ്യം എവിടെയും ഒരു മലയാളിയുണ്ട്. ചന്ദ്രനിലുമുണ്ട് എന്ന് പറയുന്നത് പോലെ അങ്ങ് UK-യിലുമുണ്ട്, ബ്രിട്ടനിലുമുണ്ട്. നമുക്കൊരു പിടി. ലേബർ പാർട്ടിയുടെ MP-ആയി നമ്മുടെ സ്വന്തം സോജൻ ജോസഫും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്.